ബംഗ്ലാദേശിൽ നിന്ന് വൻതോതിൽ ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് നടക്കുകയാണ്. രാഷ്ട്രീയ അസ്ഥിരത തുടരുന്ന ബംഗ്ലാദേശിന്റെ ഇത്തരം പ്രവർത്തികളും ഇന്ത്യക്ക് തലവേദനയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിർത്തി നിയമങ്ങൾ കാറ്റിൽ പറത്തി നടത്തുന്ന ഇത്തരം നടപടികൾ കണ്ട് ചുമ്മാതെ മിണ്ടാതിരിക്കുമെന്ന് ബംഗാളികൾ കരുതുന്നുവെങ്കിൽ അത് വേണ്ട. മോദി സർക്കാർ നിങ്ങൾക്ക് നല്ല പണി തരും. ഇറക്കുമതി തീരുവയിൽ വലിയ തോതിലുള്ള കുറവ് വരുത്തിയിട്ടും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്തിൽ വലിയ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ നികുതി വെട്ടിച്ച് രാജ്യത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 1319 കിലോഗ്രാം സ്വർണമാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കിയപ്പോൾ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തി വഴി കരമാർഗം സ്വർണം കടത്തുന്നതിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് DRA ഡയറക്റ്റ് റവന്യൂ ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് പകരമായി സ്വർണം കടത്തുന്നത് വലിയ തോതിൽ വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും വിലയിലെ വ്യത്യാസവും കയറ്റുമതി നിയന്ത്രണങ്ങളുമാണ് കള്ളക്കടത്തിലേക്ക് ജനങ്ങളെ ആകൃഷ്ടരാക്കുന്നത്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി 2022 മുതൽ ഗോതമ്പ്, പഞ്ചസാര, അരി തുടങ്ങിയ പ്രധാന ഭക്ഷണങ്ങൾക്ക് ഇന്ത്യ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2022 ശേഷം ഇന്ത്യയിൽ സ്വർണ്ണവില 50% വർദ്ധിച്ചപ്പോൾ ബംഗ്ലാദേശിൽ ഭക്ഷണവിലകൾ ഇന്ത്യയിലേക്കാൾ 150% വരെ ഉയർന്നു കഴിഞ്ഞു. ഈ സാഹചര്യം മുതലെടുക്കുന്ന കരിഞ്ചന്തക്കാർ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കടത്തുകയും പകരം ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് അനധികൃതമായ മാർഗങ്ങളുടെ സ്വർണം എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. 2022 വർഷത്തിന്റെ പകുതി മുതൽ ഇന്ത്യയുടെ കയറ്റുമതി നിയന്ത്രണങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കാര്യമായ വിലയിലെ അസന്തുലിതാവസ്ഥയും കാരണം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് പകരമായി സ്വർണം കടത്തുന്നത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സേന അതായത് BSF ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ സജീവമായി ശ്രമിക്കുന്നുമുണ്ട്. സ്വർണത്തിന് പുറമെ മയക്കുമരുന്ന്, പഞ്ചസാര, ഉള്ളി എന്നിവയുൾപ്പെടെയുള്ള കള്ളക്കടത്ത് കാര്യമായി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ശ്രമങ്ങൾ കാര്യമായി വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അനധികൃത വ്യാപാരം തഴച്ചു വളരുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും കോടിക്കണക്കിന് വരുമാനത്തിന്റെ നഷ്ടവുമാണ് ഉണ്ടാക്കുന്നത്. 2024 ജൂലൈയിൽ ഇന്ത്യ സ്വർണ്ണ ഇറക്കുമതി തീരുവ 6% കുറച്ചെങ്കിലും കള്ളക്കടത്ത് ഇപ്പോഴും പഴയപടി തന്നെ തുടരുകയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വലിയ തോതിലുള്ള വില വ്യത്യാസം കാരണം ഈ വ്യാപാരം വളരെ വലിയ ലാഭം ഇടപാടുകാർക്ക് നൽകുന്നുവെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വർണം കടത്താനായി നൂതനമായ പല മാർഗങ്ങളും കള്ളക്കടത്തുകാർ സ്വീകരിച്ചു വരുന്നുണ്ട്. ബൈക്കിന്റെ എയർ ഫിൽറ്ററിൽ 4.7 കിലോഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഒരാളെ 2023 ഒക്ടോബറിൽ BSF പിടികൂടിയിട്ടുണ്ടായിരുന്നു. സ്വർണം അതിർത്തി കടത്താനുള്ള ഉത്തരവാദിത്തം പലപ്പോഴും ഏറ്റെടുക്കുന്നത് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപാടുകാർ തന്നെയാണ്. അതിർത്തി കടന്നെത്തുന്ന സ്വർണം ഇന്ത്യയിലെ ഇടപാടുകാർ വിറ്റ് പണവുമാക്കുന്നു. 2023 156 മെട്രിക് ടൺ സ്വർണമാണ് ഇന്ത്യയിലേക്ക് അനധികൃതമായി ഇങ്ങനെ കടത്തിയിട്ടുള്ളത്. ഈ സ്വർണത്തിന്റെ 1/3 ബംഗ്ലാദേശിൽ നിന്നുമാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഭക്ഷ്യവസ്തുക്കൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്തുന്നതും പകരം സ്വർണം അനധികൃതമായി ഇങ്ങോട്ട് വരുന്നതും 2 തരത്തിലുള്ള നഷ്ടം രാജ്യത്തിനുണ്ടാക്കുന്നുണ്ട്. നികുതി വിഹിതമായി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിലേക്ക് എത്താതെ കള്ളക്കടത്തുകാരുടെ കയ്യിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ബംഗ്ലാദേശിലെ ഭക്ഷ്യവസ്തുക്കളെ വില ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം ഇത്തരം ഇടപാടുകൾ വലിയ തോതിൽ തന്നെ തുടരുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. പല ഭക്ഷ്യവസ്തുക്കൾക്കും ഇന്ത്യയിലേക്കാൾ ഇരട്ടി വിലയാണ് ബംഗ്ലാദേശിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ പഞ്ചസാര കയറ്റുമതി നിരോധനം ബംഗ്ലാദേശിൽ പഞ്ചസാരയുടെ വിലയിൽ കുത്തന വർധനവിന് കാരണമായിട്ടുണ്ട്. മറ്റ് പല ഉൽപ്പന്നങ്ങളിലും ഈ മാറ്റം പ്രകടവുമാണ്. ഒരു വശത്ത് കയറ്റുമതി നിയന്ത്രണങ്ങളിലൂടെ വിലക്കയറ്റം തടയാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അത് വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾക്കും കാരണമാകുന്നുണ്ട്. BSF സമാഹരിച്ച കണക്കുകൾ പ്രകാരം 2023 ഒക്ടോബർ 31 ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് 172.828 കിലോഗ്രാം സ്വർണവും 172.805 കിലോഗ്രാം വെള്ളിയും സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് BSF രേഖപ്പെടുത്തിയ വർധനവാണ് ഇത്. ഇതേ കാലയളവിൽ 163.325 കിലോഗ്രാം സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പിടിച്ചെടുക്കലുകളുടെ വർദ്ധിച്ചു വരുന്ന അളവ് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് കടത്തുന്ന വിലയേറിയ ലോഹങ്ങളുടെ ഒഴുക്ക് തടയുന്നതിൽ BSF നേരിടുന്ന വെല്ലുവിളികൾ ഉയർത്തി കാണിക്കുന്നവയാണ്. സ്വർണത്തിനും വെള്ളിക്കും പുറമെ മറ്റ് അനധികൃത വസ്തുക്കളും BSF പിടിച്ചെടുത്തിട്ടുണ്ട്. 11,166.788 കിലോഗ്രാം മയക്കുമരുന്ന്, 3.26 വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ, 14 തോക്കുകൾ, 574 വെടിയുണ്ടകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഈ വർഷം ജനുവരി 1 മുതൽ ഒക്ടോബർ 31 വരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 4168 വ്യക്തികളെ പിടികൂടാനും 22 കള്ളക്കടത്തുകാരെയോ ദുഷ്പ്രവർത്തിക്കാരെയോ നിർവീര്യമാക്കാനും BSFന്റെ പ്രവർത്തന ശ്രമങ്ങൾക്ക് കാരണമായിട്ടുണ്ട്.
വർദ്ധിച്ചു വരുന്ന ഈ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, മറ്റ് അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാനുള്ള സേനയുടെ വിപുലമായ ശ്രമങ്ങളെ BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി വിശദീകരിച്ചിട്ടുണ്ട്. ലോക്കൽ പോലീസിന്റെയും ഗവൺമെന്റ് റെയിൽവേ പോലീസിന്റെയും സഹകരണത്തോടെ ഡെപ്ത് ഏരിയകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പ്രവർത്തിക്കുന്ന 15 മനുഷ്യക്കടത്ത് വിരുദ്ധ യൂണിറ്റുകൾ BSF സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ BSF അതിർത്തിയിൽ വിശദമായി മാപ്പിംഗ് നടത്തുകയും അധിക മനുഷ്യശക്തിയും നിരീക്ഷണ ഉപകരണങ്ങളും വിന്യസിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിനും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമുള്ള യോജിച്ച ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ അത്രയും BSFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിർത്തി നിരീക്ഷണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി BSF ഇലക്ട്രോണിക് സർവെയിലൻസ് ഓഫ് വൾണറബിൾ പാച്ചുകൾ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. CCTV ക്യാമറകൾ, PTS ക്യാമറകൾ, ഇൻഫ്രാറെഡ് സെൻസറുകൾ, അലാറങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സംയോജിത നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ ഈ ഉദ്യമത്തിന് അതിർത്തിയിൽ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും മേഖലയിൽ കൂടുതൽ നിയന്ത്രണം ഉറപ്പാക്കുന്നതിനുമായി അതിർത്തിയിൽ കർശന നിയമങ്ങളും നടപടികളുമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കുന്നതിന് BSF അതിർത്തി വേലികളിൽ രാത്രികാലങ്ങളിൽ വാഹന പെട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലും ജംഗ്ഷൻ പോയിന്റുകളിലും മൊബൈൽ ചെക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിർത്തി സുരക്ഷയിലെ വിടവുകൾ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് കള്ളക്കടത്തുകാരെ തടയുന്നതിനായിട്ടാണ് ഈ തീവ്ര പെട്രോളിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സ്വർണം, വെള്ളി, മറ്റ് നിരോധിത വസ്തുക്കൾ എന്നിവയുടെ കള്ളക്കടത്ത് വർദ്ധിക്കുന്നത് സമഗ്രവും ബഹുമുഖവുമായ സുരക്ഷാ നടപടികളുടെ ആവശ്യകതയാണ് അടിവരയിടുന്നത്. നൂതന നിരീക്ഷണ സാങ്കേതികവിദ്യ, പ്രാദേശിക സമൂഹങ്ങളുമായുള്ള അടുത്ത സഹകരണം, തീവ്രമായ പെട്രോളിംഗ് എന്നിവ ഉൾപ്പെടുന്ന BSFന്റെ സജീവമായ സമീപനം കള്ളക്കടത്ത് ശൃംഖലകളെ തകർക്കാനും ഇന്ത്യയുടെ അതിർത്തികളുടെ സമഗ്രത ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നവയാണ്. ഈ വർഷം കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതോടെ അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പിന്നിലാണ് ഇപ്പോൾ BSF ഉള്ളത്. ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആക്കം കൂട്ടുന്നത് ബംഗ്ലാദേശിലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യമാണെന്ന് പറയാതെ വയ്യ. വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ അയൽ രാഷ്ട്രം ഇന്ന് കടന്നുപോകുന്നത്. ബംഗ്ലാദേശിൽ വീണ്ടും അരക്ഷിതാവസ്ഥ നിർത്തിക്കൊണ്ടാണ് മനുഷ്യത്വത്തിന്റെ മാതാവ് അവിടെ നിന്നും പലായനം ചെയ്തത്. ദാരിദ്ര്യത്തിലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ഭരണാധികാരി അധികാരം ഉപേക്ഷിച്ച് രാജ്യം വിട്ട് പലായനം ചെയ്തിട്ട് മാസങ്ങൾ കടന്നുപോയി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. ബംഗ്ലാദേശ് സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെയാണ് രാജിവെച്ച് അവർ എങ്ങോട്ടോ മാഞ്ഞത്. ഇന്ത്യയിലാണെന്നും അല്ലെന്നും വാദങ്ങളുണ്ട്. ശേഷം രാജ്യത്തിന്റെ താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുഹമ്മദ് യൂനസിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലം പോലെയായില്ല ഇന്നത്തെ സ്ഥിതിഗതികൾ. കാര്യങ്ങളൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട്. മുഹമ്മദ് യൂനസ് ആ പദവി ഏറ്റെടുത്തതോടെ ഇന്ത്യയോട് എന്തോ തീർത്താൽ തീരാത്ത പ്രശ്നമാണ് ഇവർക്കുള്ളത് എന്ന് തോന്നും പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനിടയിൽ ബംഗ്ലാദേശിലുണ്ടായ വെള്ളപ്പൊക്കത്തിനും പഴി കേട്ടത് ഇന്ത്യയാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹത്തെ ചേർത്ത് നിർത്തുന്നതിൽ യൂനസിന്റെ സർക്കാർ പരാജയപ്പെട്ടെന്ന ഇന്ത്യയുടെ വിമർശനം അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ അട്ടിമറിക്കുകയാണെന്നും കൽപ്പിത കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും ബുധനാഴ്ച രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ചില പ്രത്യേക രാജ്യങ്ങളിലും സ്വാധീന ശക്തിയുള്ളവർക്കിടയിലും ഇന്ത്യ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ബംഗ്ലാദേശിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണിതെന്നും യൂനസ് ആരോപിച്ചിട്ടുണ്ട്. പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നാലെയാണ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ ഭരണം ഇവിടെ ആരംഭിച്ചത്. പ്രക്ഷോഭത്തെ തുടർന്ന് നാടുവിട്ട ഹസീന ഇന്നും കഴിയുന്നത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞല്ലോ. ഇതും അവരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇന്ത്യയുടെ മുന്നറിയിപ്പുകൾ പാടെ അവഗണിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധ നടപടി തുടരുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട 63 ഇസ്കോൺ സന്യാസിമാരെ ബംഗ്ലാദേശ് അധികൃതർ തടഞ്ഞ് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പാസ്പോർട്ട്, വിസ തുടങ്ങിയ യാത്രാരേഖകൾ കൈവശമുണ്ടായിരുന്നിട്ടും സന്യാസിമാരെ അതിർത്തി കടക്കാൻ ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ അനുവദിച്ചതേയില്ല. സന്യാസിമാർ എല്ലാവരും ബംഗ്ലാദേശ് പൗരന്മാരുമാണ്. ബംഗ്ലാദേശ് അതിർത്തിയായ ബെനോപോൾ ലാൻഡ് പോർട്ടിൽ സന്യാസിമാർ മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും അനുമതി നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. ഇന്ത്യയിൽ മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട സന്യാസിമാരെ അതിർത്തി കടക്കാൻ അനുവദിക്കരുതെന്ന് ഉന്നത അധികാരികൾ നിർദ്ദേശിച്ചെന്ന് ഇമിഗ്രേഷൻ പോലീസ് പറയുന്നുണ്ട്. ഇസ്കോൺ സന്യാസിമാരെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് പുതിയ സംഭവം നടക്കുന്നത്. ഇതിനിടെ ഇന്ത്യൻ സഞ്ചാരി ബംഗ്ലാദേശിൽ ആൾക്കൂട്ട മർദ്ദനത്തിനും ഇരയായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ ബെൽഗോറിയ സ്വദേശിയായ സയാൻ ഘോഷാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നവംബർ 26-ന് സുഹൃത്തുമായി ധാക്കയിലെ ജുറൈൻ മേഖലയിലെ മാർക്കറ്റ് സന്ദർശിക്കുകയായിരുന്നു സംഭവമെന്ന് സയാൻ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു.
6ഓളം യുവാക്കൾ തന്നെ സമീപിക്കുകയും ഇന്ത്യക്കാരനും ഹിന്ദുവുമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ബംഗ്ലാദേശിന്റെ സമയം ഇപ്പോൾ വളരെ മോശമാണെന്ന് പറയാതെ വയ്യ. ഈ സാഹചര്യം തന്നെയാണ് കള്ളക്കടത്തിലേക്കും മറ്റ് നിയമപരമല്ലാത്ത കാര്യത്തിലേക്കും ജനതയെ നയിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മോദി സർക്കാർ എന്ത് നടപടിയായിരിക്കും ഇതിൽ സ്വീകരിക്കുക? ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.